മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡിന്റെ വാഹനത്തിൽ 3 വകുപ്പിന്റെ ബോർഡുകൾ. ചീഫ് ഗാർഡ് അജിത് കുമാറിന്റെ വാഹനത്തിലാണ് മറൈൻ എൻഫോഴ്സ്മെന്റ്, പോലീസ്, വിജിലൻസ് എന്നീ ബോർഡുകൾ ഉള്ളത്. വാഹനം കൈമാറി കിട്ടിയതാണെന്നും നിയമവിരുദ്ധമാണെന്ന് അറിയില്ല എന്നുമായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം. 24 എക്സ്ക്ലൂസീവ് റിനു ശ്രീധർ വിവരങ്ങളുമായി ഉണ്ട് തിരുവനന്തപുരത്ത്. റിനു, ഇതെങ്ങനെയാണ് ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡായ അജിത് കുമാറിന്റെ വാഹനത്തിൽ 3 വകുപ്പിന്റെ ബോർഡുകൾ വരാനിടയായത്? അതിനകത്ത് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും പോലീസിന്റെയും വിജിലൻസിന്റെയും ഒക്കെ ബോർഡുകൾ വരുന്നു. അത് വാഹനം കൈമാറി കിട്ടിയതാണെങ്കിലും ആ കാര്യങ്ങൾക്ക് ചില നടപടിക്രമങ്ങൾ ഉണ്ടാകുമല്ലോ, അത് അദ്ദേഹം പാലിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ചീഫ് ഗാർഡായി എത്തിയ ഉദ്യോഗസ്ഥനാണ് ഈ അജിത് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം തിരുവനന്തപുരത്തെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ കിടക്കുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ മുകളിൽ ഒരു ബീക്കൺ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലും ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസിന്റെ യാതൊരു അധികാരവും ഇദ്ദേഹത്തിന് ഇല്ല. എങ്കിൽ പോലും ഈ വാഹനത്തിന്റെ തൊട്ടുമുകളിൽ പോലീസ് എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന് പ്രത്യേകം തന്നെ വിജിലൻസിന്റെ വിങ് ഉണ്ട്. ആ വിജിലൻസുമായി ബന്ധപ്പെട്ട് യാതൊരു അധികാരവും ഈ ഉദ്യോഗസ്ഥനില്ല. പക്ഷേ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് എന്നാണ് ഈ വാഹനത്തിന്റെ ബോർഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് എന്നുള്ളത്. ഇത് ക്രമവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുൻ DGP അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചിഹ്നം വിരമിച്ചതിന് ശേഷവും വാഹനത്തിൽ പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു യാത്ര, അത് വലിയ വിവാദമാവുകയും പോലീസ് അതിൽ നടപടിയെടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പേരിനാണെങ്കിൽ പോലും മാത്രം. തൊട്ടു പിന്നാലെ പോലീസിലെ തന്നെ ഒരു ACP ആയി ഡെപ്യൂട്ടേഷനിൽ ഈ മറൈൻ എൻഫോഴ്സ്മെന്റിൽ എത്തിയ ഉദ്യോഗസ്ഥനും അതേ രീതിയിൽ മറ്റു ബോർഡുകൾ കൂടി, അതായത് ഒരു വാഹനത്തിൽ 3 വകുപ്പിന്റെ ബോർഡ് എന്നുള്ളതാണ്. ഇത് എങ്ങനെ ശരിയാകും എന്നുള്ളതാണ്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൽ കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്നത്, ഈ അജിത് കുമാറുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത് ക്രമവിരുദ്ധമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഡെപ്യൂട്ടേഷനിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓഫീസിലെത്തുമ്പോൾ തനിക്ക് SP ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം അത് കൈമാറി തനിക്ക് കിട്ടിയതാണ്. ഇതിൽ പോലീസെന്നോ അല്ലെങ്കിൽ മറ്റു ബോർഡുകളോ സ്ഥാപിച്ചത് ക്രമവിരുദ്ധമാണെന്ന് അറിയില്ല എന്നുള്ളതാണ്. എന്തായാലും അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഉന്നത ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് അംഗീകരിച്ചിരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ പദവിക്ക് അപ്പുറമുള്ള ബോർഡുകൾ ആ വാഹനത്തിൽ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള വിവരം കൂടി നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നുണ്ട്. കാരണം ഈ ബോർഡുകൾ അടിയന്തരമായി തന്നെ നീക്കാനുള്ള ഒരു നിർദ്ദേശം നടപടിക്രമം എങ്ങനെയാണ് ഇപ്പോൾ അജിത് കുമാർ പറയുന്ന പോലെ അദ്ദേഹത്തിന് കിട്ടിയ വാഹനമാണ്, അതിലുണ്ടായിരുന്നതാണ്, അത് ക്രമവിരുദ്ധമാണ് അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഒരു നടപടിക്രമം എങ്ങനെയാണ്? ഇത് അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണോ? ഇത് നീക്കാൻ വേണ്ടിയുള്ള നടപടികൾക്ക് അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? തീർച്ചയായും. കാരണം അദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയിരിക്കുന്ന ഒരു പദവിയുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആണ്. ഇതിൽ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയതാണെങ്കിൽ പോലും പോലീസിൻ്റെതായിട്ടുള്ള യാതൊരുവിധ പദവിയും ഇല്ല. ലോ ആൻഡ് ഓർഡറിൽ അവർക്ക് നൽകിയിട്ടില്ല. എന്തായാലും ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് വകുപ്പിനെ സഹായിക്കാൻ വേണ്ടി പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഈ പോലീസിന്റെ ബോർഡ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ വെക്കാൻ വേണ്ടി കഴിയില്ല, സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒപ്പം വിജിലൻസ് പ്രത്യേകം ഒരു വിങ് ആണ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ. അതിൽ ചീഫ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ നിരവധി പേരുണ്ട്. അവരുടെ വാഹനത്തിലെല്ലാം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ്, വിജിലൻസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഇദ്ദേഹം ഒരു ചീഫ് ഗാർഡാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇദ്ദേഹത്തിന് ചീഫ് ഗാർഡ് എന്നുള്ള പദവിയാണ് നൽകിയിരിക്കുന്നത് മറൈൻ എൻഫോഴ്സ്മെന്റ്. അപ്പോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് എന്ന് വേണമെങ്കിൽ ആ വാഹനത്തിൽ ബോർഡ് നൽകാമെന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, അതായത് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലാണ് ഈ വാഹനം വരുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ ഡയറക്ടറൊക്കെ തന്നെ നമ്മളോട് പങ്കുവെച്ചൊരു കാര്യം അങ്ങനെയാണ്. ഒരു കാരണവശാലും വിജിലൻസിന്റെയോ പോലീസിന്റെയോ ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം അങ്ങനെ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ അടിയന്തരമായി തന്നെ നീക്കം ചെയ്യുവാനുള്ള ഒരു നിർദ്ദേശം നൽകണമെന്ന് ആയിരുന്നു. പക്ഷേ ഈ 2 വർഷത്തിനുപുറം ഇതുവരെയും അദ്ദേഹം അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആരോപണമായി ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.